ശ്രീകുമാർ, ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറേ നാളായി. ഏറ്റവും ഒടുവിൽ ഒരു മൊറട്ടോറിയം പോലെന്തോ കേൾക്കുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ പാലിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു ചാനൽ ചർച്ചയ്ക്ക് എന്തോ മറുപടി എന്ന മട്ടിൽ പറയാൻ വെമ്പ് നിന്ന കാര്യങ്ങൾ KC വാഴ്ത്തുമായി ഇറങ്ങിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഒന്നുകൂടി അത് വ്യക്തമാക്കി. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് KCക്കൊപ്പം ചേർന്ന് ചർച്ചയ്ക്ക് ഇന്ധനം പകർന്ന് K സുധാകരനാണ്. അതുകൊണ്ട് ഈ ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നോ സൈബർ എന്തോ പറയുന്നു എന്ന മട്ടിലോ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കോൺഗ്രസിൽ ആ ചർച്ചകൾ വളരെ സജീവമായി ലോബിയിങ് അടക്കം നടക്കുന്നുണ്ട്. ശ്രീകുമാർ, നോക്കൂ ശ്രീ ഹാഷ്മി, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചല്ല സത്യത്തിൽ ചർച്ച നടക്കുന്നത്. അതായത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള നേതാക്കളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ശ്രീ K സുധാകരൻ മാത്രമാണ് പറഞ്ഞത്. അത് ആദ്യം പറഞ്ഞത് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ഈ KC വേണുഗോപാലിനെതിരെ ഏതോ ഒരു ചാനലിൽ അവിടുത്തെ എഡിറ്റർമാർ നടന്ന ചർച്ചയിൽ പറഞ്ഞൊരു പരാമർശത്തെ പൊക്കി പിടിച്ചിട്ടാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നത്. സത്യം പറഞ്ഞാൽ KC വേണുഗോപാലിനൊന്നും അങ്ങനെ പുകഴ്ത്തി അങ്ങനെയൊന്നും ഒരു ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രശംസ കിട്ടാൻ. കാരണം KC വേണുഗോപാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഒരു ആൻ്റണി ഉമ്മൻചാണ്ടി അങ്ങനത്തെ ഒരു നിരയുണ്ടായിരുന്നു, സുധീരൻ, ഹസൻ, ആ നിര. അതിൽ അവസാനത്തെ കണ്ടി KC വേണു. എന്ന് വെച്ചാൽ KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, പിന്നെ KPCC ഭാരവാഹി, മന്ത്രി, MLA, MP, AICC ഭാരവാഹി, ഇങ്ങനത്തെ ഒരു ശ്രേണിയിലേക്ക് ഉയർന്നു പോയ ആ ഒരു ഘട്ടത്തിലെ അവസാനത്തെ നേതാവാണ് വേണുഗോപാൽ. അതിനുശേഷം പിന്നെ ആരും ആ രീതിയിലേക്ക് വളർന്നു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ആ ആൾ ഇന്നയാളാണ്, അദ്ദേഹത്തിന് ഇത്രത്തോളം കഴിവുണ്ട് എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലാണെന്ന് ധരിപ്പിക്കാനുള്ളൊരു വ്യഗ്രത. അല്ല, അതൊരു നിഷ്കളങ്കമായനായി പോവില്ലേ? ഇപ്പോൾ ഏതൊക്കെ ചാനൽ ചർച്ചയിൽ എന്തൊക്കെ ആരൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ചാനൽ ചർച്ച എന്തോ പറഞ്ഞു എന്ന് കരുതി നേതാക്കൾ വരിവരിയായി നിന്ന് KC എന്താണ് ഗംഭീര നേതാവാണ് എന്ന കാര്യം പറയുന്നത് ആരുടെയും പ്രേരണയില്ലാതെ സ്വമേധയാ അവരങ്ങ് KC ഉള്ള സ്നേഹത്തിൽ പറയുന്നു എന്ന വായന അത് നിഷ്കളങ്ക വായനയല്ലേ ശ്രീകുമാർ? അല്ല, പ്രേരിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ തടയുന്നുണ്ടാവില്ല. പ്രേരിപ്പിക്കില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ തടയാൻ പറ്റില്ല ശ്രീ ഹഷ്മി. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിൽ അങ്ങനെ പെട്ടെന്ന് ആരുടെയെങ്കിലും ഒരു നേതാവിൻ്റെ വായടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും വായടയ്ക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ വേറൊരു നേതാവ് അതിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരും. അപ്പോൾ വീണ്ടും അത് ചർച്ചയാകും. ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചർച്ചയാക്കുന്ന ചില ബിരുദന്മാരുണ്ട്. അതൊക്കെ ഇങ്ങനെ നടക്കും കോൺഗ്രസ്സിൽ. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരാരും മുഖ്യമന്ത്രി ഇന്നയാളാണെന്നല്ല പറയുന്നത്, ഇന്നയാളെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്. അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഈ സാധാരണ ഈ ശിവൻ്റെ ഭൂതഗണങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ ചില ഭൂതഗണങ്ങളുടെ ഒരു പ്രശംസയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നാമത്തെ ഇവർ മനസ്സിലാക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്ക് വാഴ്ത്തുപാട്ടെന്നാണ്. വാഴ്ത്തുപാട്ടാണ് കേരള രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായിട്ട് ചർച്ച ചെയ്ത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിശേഷണം. അപ്പോൾ വാഴ്ത്തുപാട്ട് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടായെന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം. അപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് ഹാഷ്മി പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നതിൽ അതൊരു ആഭ്യന്തരമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ പരസ്യമായിട്ട് മുഖ്യമന്ത്രി കാര്യം ചർച്ച ചെയ്യാതെ ഒരു നേതാവിനെ അല്ലെങ്കിൽ നേതാക്കളെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം അത് ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാട്ടോ ഞാൻ സംസാരിക്കുന്നത്, നേതാക്കളുടെ ഭാഗത്തു നിന്നല്ല. ഒരു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോഴേ ഇത് അരോചകമാണ്. എന്ന് വെച്ചാൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നയാൾ മുഖ്യമന്ത്രി ആകണം എന്നതിനെക്കുറിച്ച് യാതൊരു മുൻധാരണ അവരുടെ മനസ്സിലില്ല. പൊതുസമൂഹത്തിനുണ്ട് കേട്ടോ. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്തായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ, പഴയകാല കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഇങ്ങനെ സീനിയോറിറ്റി ആയിട്ടൊക്കെ കണ്ടുകൊണ്ട് ചില നേതാക്കളുടെ മുഖങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിതാല്പര്യ പ്രകാരമുള്ള നേതാക്കളുടെ ഒക്കെ മുഖമുണ്ട്. പക്ഷേ ഇതിൽ ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ആ തീരുമാനിക്കുന്നത് വരെ ഇങ്ങനെ തോന്നിവാസം പറഞ്ഞു നടക്കാൻ വേണ്ടിയല്ല കോൺഗ്രസിൻ്റെ MLA-മാരെ ജയിപ്പിക്കാനായിട്ട് പാവപ്പെട്ട പ്രവർത്തകർ ഈ ചൂടുകാലത്ത് ഇറങ്ങിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ജയിച്ചിട്ട് നിങ്ങളൊരു മന്ത്രിസഭ ഉണ്ടാക്കും, നിങ്ങൾ ആര് വേണ്ടി മുഖ്യമന്ത്രി ആക്കിക്കോളൂ. പക്ഷേ ശ്രീ K മുരളീധരൻ പറഞ്ഞ പോലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇത് ഞാൻ പറഞ്ഞത് പ്രവർത്തകരുടെ ഇത് എടുത്തുകൊണ്ടാണ്. ഇത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ
കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ യോഗം ജയിച്ചു കഴിഞ്ഞാൽ ആ MLA-മാർ വരുമല്ലോ. ഇനിയിപ്പോൾ 4-ാം തീയതി അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിക്കില്ലെന്ന് നമുക്കറിയാം. കാരണം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുമായിരുന്നെങ്കിൽ CPM-ൻ്റെ നേതാക്കളുടെ പ്രസ്താവന ഇങ്ങനെ വരുമായിരുന്നില്ല. ഇപ്പോൾ MP ജയരാജൻ ധർമ്മടത്തിറക്കം ഞങ്ങൾ മത്സരരംഗത്ത് നേരിടുകയാണ്, അമ്പലപ്പുഴ കടുപ്പമാണ്, അതുപോലെ ജനങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ തോൽക്കുക തന്നെ എന്ന TP രാമകൃഷ്ണൻ്റെ പ്രസ്താവന, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. MA ബേബിയുടെ വോട്ട് ദിവസത്തെ പ്രസ്താവനയൊക്കെ വെച്ച് നോക്കുമ്പം UDF ആണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത. അപ്പം ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ സാധാരണക്കാരെ പ്രവർത്തകർക്ക് എന്തായാലും ഞങ്ങൾ അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഒപ്പം തന്നെ ഈ പൊതുജനമുണ്ട്, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ വെറുത്ത ഒരു ജനവിഭാഗമുണ്ട്. അവരാണല്ലോ കൂടുതൽ വോട്ട് ചെയ്യുക, അവർ തന്നെ ആയിരിക്കുമല്ലോ നിഷ്പക്ഷമതികളെന്നൊക്കെ നമ്മൾ പറയുന്നവരെ. അവരുടെ മനസ്സിലിപ്പോൾ എന്താ തോന്നുന്നതെന്നറിയാമോ? ഇവരിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ആയാൽ പിന്നെ എങ്ങനെയെന്ന് അവരുടെ മനസ്സിലും തോന്നും. അപ്പം പിണറായി ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റം പറയാനും പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.